എന്തു പറ്റി? ജീവൻ ഇവിടെയുണ്ട്. പിന്നെ ഞാൻ എവിടെ നോക്കിയാലും ജീവനെ കാണുന്ന. തനിയെ വന്നേ, വാ വാ, ദേ വാ, ഇരിക്ക, ഇവിടെ ഇരിക്ക, റിലാക്സ്. ഓർമ്മകളെല്ലാം ഒറ്റ ദിവസം കൊണ്ട് മായ്ച്ചു കളയാന്ന് പറഞ്ഞാൽ അത് ആരെ കൊണ്ടും പറ്റില്ല. പകരം എല്ലാരും അതിനോട് പൊരുത്തപ്പെടുക ചെയ്യുന്നത്. തെറ്റിയാൽ ജീവനൊരു പേടിയായി നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അതൊരു ഓർമ്മ മാത്രമായിട്ട് നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാവണം. ഞാനിതുപോലെ പേടിച്ചപ്പോഴൊക്കെ എനിക്ക് നഷ്ടങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. നിത്യ, എടോ അന്ന് താൻ തനിച്ചായിരുന്നു. ഇപ്പോ ഞാൻ കൂടെ ഉണ്ട്. ഒരു ഭർത്താവിന്റെ കടമകൾ എന്തൊക്കെയാണെന്നറിയാമോ? ഭാര്യയെ പേടി കൂടാതെ സംരക്ഷിക്കേണ്ടത് ഭർത്താവാണ്. എന്റെ ഭാര്യ ഒരു പേടിത്തൊണ്ടിയാവരുത്. എന്തിനേയും ചിരിച്ചുകൊണ്ട് ആത്മവിശ്വാസത്തോടെ നേരിടുന്നവളാവണം. ഞാൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ആർക്കൊരു ബാധ്യതയാവോ? ഏയ്, ഒരിക്കലും ഇല്ലടോ. ഒരു സാധാരണ പെണ്ണിന് ഇങ്ങനെയല്ലേ പെരുമാറാൻ പറ്റൂ? അതല്ല, ജീവിതത്തിൽ അഭിനയിക്കാൻ അറിയുന്ന ഒരാളാണെങ്കിൽ മറിച്ചേ ചിന്തിക്കൂ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ഒരാൾ മതി. വളരെ ജെന്യൂനായിട്ടുള്ള, സത്യസന്ധയായിട്ടുള്ളൊരു ഭാര്യ. ദേ, പിന്നെ അമ്മാവും വളരെ കഷ്ടപ്പെട്ടൊരു മണിയറയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അത് കാണുന്നോണ്ട് വിരോധമുണ്ടോ? മനസ്സ് സ്വസ്ഥമാണെങ്കിൽ അത് മണിയറയാവട്ടെ. അല്ലെങ്കിൽ നമുക്ക് അമ്മാവന്റെ അലങ്കാരങ്ങളൊക്കെ ഒന്ന് കാണാം. വാ വാ. கவிதை பிறக்குது கனவே, இதயம் துடிக்குது துடிக்குது மனமே. பால்மழை பொழிந்தாலும் முகம் நினைத்தேன், வைகை கரையில் நான் தேடி வருவேன். வெண்ணிலாவின் தளிரல்லே நீ, வெண்கினாவின் கதிரல்லே, ചിറകല്ലേ പൂവഴകോ നീയല്ലേ, നിന്നുയിരായി ഞാനില്ലേ, അഴകിൻ അഴകേ വെണ്ണിലാവിൻ തളിരല്ലേ നീ, വെൺകിനാവിൻ കതിരല്ലേ, വർണ്ണരാവിനൊളിയല്ലേ നീ, വാനമേ ചിറകല്ലേ. എന്താണോ?
അവിടെ 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 ജീവനെ കണ്ടു. അവിടെ ആരും ഇല്ല. അല്ല, എല്ലാം എനിക്ക് തോന്നുന്നതാ. ഇല്ല, അവിടെ ഒന്നുമില്ല. റിലാക്സ്, റിലാക്സ്. ജീവനെ ഞാൻ കണ്ടു. താനിത്തിരി വെള്ളം കുടിച്ചേ. ഇത് കുടിച്ചേ. പിടിക്ക്. കുടിച്ചേ. കുടിക്ക്.